ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി 250 കപ്പിന് 1/4 കപ്പ് കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കണം. ഇനി നമുക്കിതുപോലെ ഒരു അരിപ്പയിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളം മുഴുവനും കളഞ്ഞെടുക്കണം. ഇനി ഒരു പാൻ ചൂടായി അതിലേക്ക് ഈ എള്ള് ഇട്ട് കൊടുത്തിട്ട് തുടർച്ചയായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ എള്ളൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എള്ളം നല്ല പോലെ ഒന്ന് പൊട്ടി വരും. ആ സമയത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഈ എള്ളങ്ങ് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ 250 കപ്പിന് 1/4 കപ്പ് അവലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ അവലും നമുക്ക് തുടർച്ചയായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മളിതുപോലെ കയ്യിലെടുത്ത് നോക്കുന്ന സമയത്ത് പൊടിഞ്ഞ് കിട്ടണം. ഇനി ഇതും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച എള്ള് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോവരുത്. ഇതുപോലെ ചെറിയ തരിതരിപ്പോട് കൂടി വേണം നമ്മൾ എള്ള് പൊടിച്ചെടുക്കാൻ. ഇനി അതേ ജാറിലേക്ക് തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച അവലിട്ട് കൊടുത്തിട്ട് അവലും നമുക്ക് ഇതുപോലെ ചെറിയ തരിതരിപ്പോട് കൂടി വേണം പൊടിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ വറുത്തെടുത്തത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ നിലക്കടല വറുത്തെടുത്തത് 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ 1/4 ടീസ്പൂൺ ചുക്കുപൊടി. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 250 കപ്പിന് തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇത് ശർക്കര ഉരുക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വറ്റിച്ചും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ച ആ മിക്സിലേക്ക് ഇതുപോലെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു പാകത്തിന് വേണം നമ്മൾ ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഈ ശർക്കരപ്പാനി കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വലിയ ചൂടങ്ങ് മാറിയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഉരുട്ടാൻ പറ്റിയ ഒരു ചൂടായ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം കുറേശ്ശെ എടുത്തിട്ട് നമുക്കിതുപോലെ അങ്ങ് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ എള്ളവലുണ്ട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. താങ്ക് യു ഫോർ വാച്ചിങ്.